സമസ്ത 100ാം വാർഷിക സമ്മേളനം ഇന്ന് സമാപിക്കും. വൈകുന്നേരം 4-ന് കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പി.കെ. കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി റക്ടർ ഡോക്ടർ സലാമ ജുമാ ദാവൂദ് ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, അങ്ങനെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെയാണ് സംസ്ഥാന 100ാം വാർഷിക സമ്മേളന സമാപനത്തിനായി എത്തുന്നത്. എപ്പോഴാണ് പരിപാടി? എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ദിൽസി, സമസ്ത സ്ഥാപകൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേരുള്ള വരക്കൽ മുല്ലക്കോയ നഗറിൽ കാസർഗോഡ് കുണിയയിൽ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം സമാപിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന 5 ലക്ഷം പേരെങ്കിലും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വലിയ സമ്മേളനത്തോടുകൂടിയാണ് സമാപനം. നമുക്കറിയാം, 100 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര പൂർത്തീകരിച്ചുകൊണ്ടാണ് സമസ്ത അതിന്റെ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. 4 ദിവസമായി 4-ാം തീയതി 100 പതാകകൾ, വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്തിച്ച 100 പതാകകൾ ഉയർത്തിക്കൊണ്ടാണ് സമ്മേളനത്തിന് ഔദ്യോഗികമായ തുടക്കമുണ്ടായിരുന്നത്. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു. പിന്നെ പ്രതിനിധി സമ്മേളനങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതിനിധി സമ്മേളനങ്ങളും പൂർത്തിയാക്കി വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മഹാസമ്മേളനത്തിലെ ഇവിടെ ഈ നമ്മൾ ഈ കാണുന്ന കുണിയയിലെ ഈ വേദിയിൽ, കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെതായ വലിയൊരു വേദിയിൽ, വലിയൊരു സ്ഥലത്ത് ഇവിടെ നടക്കുന്നത്. വളരെ വിശിഷ്ടമായ വ്യക്തിത്വങ്ങൾ, നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കും. വി.ഡി. സതീശൻ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം ജിഫ്രി തങ്ങളുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങി സമസ്തയുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അണിനിരക്കും. മാത്രമല്ല, വ്യത്യസ്ത ഭാഗങ്ങളിൽ, കേരളത്തിൽ നിന്ന് മാത്രമല്ല കർണാടകയിൽ നിന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലൊക്കെയുള്ള സമസ്തയുടെ ആൾക്കാർ, അതോടൊപ്പം തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സമസ്തയുടെ പ്രതിനിധികളെല്ലാം തന്നെ പങ്കെടുക്കുന്ന വലിയൊരു മഹാസമ്മേളനമാണ് നടക്കാനിരിക്കുന്നത്. നമുക്കറിയാം, 1 വർഷം നീണ്ടു നിന്ന വലിയ പ്രയത്നങ്ങൾക്ക് ശേഷമാണ് ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നതിന്. നമുക്ക് ഇവിടെ നിരവധി ആൾക്കാർ സ്ഥലങ്ങളിൽ സമ്മേളനം തുടങ്ങുന്ന എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എത്തിച്ചേർന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. നമുക്ക് പലരോടും ചോദിക്കാം, എവിടെ നിന്നാണ് സമ്മേളനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്? ഞങ്ങൾ മലപ്പുറത്ത് കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അടുത്തു നിന്നാണ്. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ്. ഒരുപാട് നാളത്തെ കാലത്തിന് ശേഷം ആലപ്പുഴ കഴിഞ്ഞതിന് ശേഷം വലിയ നമ്മളൊക്കെ കണ്ട ക്യാമ്പിലൊക്കെ ഇന്നലെ പങ്കെടുത്തപ്പോൾ അത്രയും ജനസമ്മേളനാവസ്ഥയിലുള്ള നമ്മളെ ആയുസിൽ ഇനി അത് കാണാൻ പറ്റുമെന്ന് തന്നെ സാധിക്കാത്ത രീതിയിലുള്ള വലിയൊരു സമ്മേളനം നടന്നു. 100ാം വാർഷിക സമ്മേളനം എന്ന് പറയുമ്പോൾ വലിയൊരു ആവേശം, ചരിത്ര മുഹൂർത്തമാണ്. ഇത്രയും ജനക്കൂട്ടം ഇവിടെ കേരളം ഇതുവരെ കണ്ടിട്ടുണ്ടായി, ഇന്ത്യ തന്നെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. അത്ര വലിയ ആവേശമുള്ളത്. പിന്നെ ഓരോ ആളത്തും ഗൾഫിലുള്ള ഓരോ സംഘടനകളും പലവിധ 100,000 പങ്കെടുക്കുന്നുണ്ട്. പല UAE, ബഹ്റൈന്, കുവൈത്ത്, സൗദി, SICന്റെ കീഴിൽ കണ്ടമാനം ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും അല്ലേ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കും? അതെ. പിന്നെ ഇവിടത്തേക്ക് ഒരാഴ്ച മുമ്പ് ഇവിടത്തേക്ക് എത്താൻ വന്നു തുടങ്ങുകയാണ്. എക്സിബിഷനും അതുപോലെ തന്നെ ക്യാമ്പയിനുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് ക്യാമ്പയിന് രജിസ്റ്റർ ആക്കിയ 33,333 ആളാണെങ്കിലും പലരും അതിനേക്കാൾ അപ്പുറം ആൾക്കാർ അവിടത്തേക്ക് വരുന്നുണ്ട്. അതാണ് അത്ഭുതം. എല്ലാരും ഇങ്ങോട്ട് വരികയാണ്. നമ്മൾ മലപ്പുറം പരപ്പനങ്ങാടി നേരത്തെ ഇന്നലെ എത്തിയാത്ത കണ്ടു. മലപ്പുറം ഇടവണ്ണപ്പാറ വിളയിൽ പറപ്പൂരുന്നാണ് ക്യാമ്പിന് പങ്കെടുത്ത്. അതുപോലെ ഇവിടുത്തെ 100ാം വാർഷികത്തിന്റെ ഒരുക്കായിരുന്നു. ഒരുപാട് കാലത്തെ ഇതൊരു പ്രതീക്ഷയായിരുന്നു നമ്മളെ സമ്മേളനത്തിന്റെ. വണ്ടൂര്, മലപ്പുറത്ത് എത്തി. 1 വർഷം നീണ്ടു നിൽക്കുന്ന വലിയ ഒരുക്കങ്ങൾ, വ്യത്യസ്തമായ സമ്മേളനങ്ങൾ, ജിഫ്രി തങ്ങൾ നയിച്ച സന്ദേശയാത്ര, അങ്ങനെ തുടങ്ങി സെമിനാറുകൾ, പരിപാടികൾ, അങ്ങനെ 1 വർഷം നീണ്ടു നിന്ന ഒരു തയ്യാറെടുപ്പിന്റെ ഒടുവിലാണ് കുണിയിലേക്ക് തന്നെ സമ്മേളനം എത്തിച്ചേരുന്നത്. ഏറ്റവും അവസാനം 4-ാം തീയതി 100 പതാകകൾ ഉയർത്തി അതിന്റെ ഔദ്യോഗികമായ തുടക്കം നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തുടർന്ന് ക്യാമ്പുകൾ, ദവ ക്യാമ്പ്, പ്രബോധന ക്യാമ്പ്, അതോടൊപ്പം തന്നെ വ്യത്യസ്ത പ്രവർത്തകർക്കുള്ള നേതൃ ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചവരെ പ്രതിനിധി സമ്മേളനം നടക്കും. വൈകിട്ടാണ് മഹാസമ്മേളനം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. കർണാടകയുടെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഡി.കെ. ശിവകുമാർ പങ്കെടുക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്തയുടെ ജിഫ്രി തങ്ങൾ ആണ് അധ്യക്ഷത വഹിക്കുക. അതോടൊപ്പം തന്നെ സമസ്തയുടെ മുഴുവൻ മുഷാവറ അംഗങ്ങളും വലിയ നേതാക്കളൊക്കെ തന്നെ പൂർണ്ണമായി പങ്കെടുക്കുന്ന ഒരു സമ്മേളനമായിരിക്കും. അതിന് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന അൽ-അസ്ഹർ യൂണിറ്റിയുടെ റക്ടർ ഡോക്ടർ സലാമ ജുമാ ദാവൂദാണ്
ഉദ്ഘാടനം നിർവഹിക്കുക. അതോടൊപ്പം തന്നെ 7 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയുള്ളത്. മുഖ്യമന്ത്രി പ്രതിപക്ഷ തന്നെ ഒരേ വേദിയിലുണ്ട്. അത് നമുക്കറിയാം, 2 സമസ്തകളും 100 വർഷം ആചരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കാന്തപുരം വിഭാഗത്തിന്റെ സമ്മേളനം നടന്നത്. അതിലും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവൊക്കെ വേദി പങ്കിട്ടിരുന്നു. ഇന്നും പിന്നെ സമാനമായ രീതിയിൽ തന്നെ വേദി പങ്കിടും. സ്വാഭാവികമായിട്ടും സമസ്തയെ സംബന്ധിച്ചോളം അതിന്റെ ഒരു 100 വർഷം എന്ന് പറയുന്നത് ഏതൊരു സംഘടനയെ പറ്റിയും വളരെ പ്രധാനപ്പെട്ട ഒരു 100 വർഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പദ്ധതികൾ മുന്നോട്ട് പോകുന്ന സമസ്തയുടെ മുന്നോട്ട് പോകുക എന്നുകൊണ്ട് വ്യത്യസ്ത പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായി മാറുമെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും സമസ്തയുടെ അണികളും പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. സമ്മേളനം വൈകിട്ട് 4 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ പോലും സമ്മേളന നഗരിയിലേക്ക് ഇപ്പോൾ തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ എക്സിബിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് തന്നെ 2-3-4 ദിവസം കൊണ്ട് തന്നെ സമസ്തയുടെ പ്രവർത്തകർ ഈ കുണിയ കേന്ദ്രീകരിച്ച് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില തൃക്കരിപ്പൂർ സൗകര്യങ്ങൾ പലതും സർക്കാർ ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ താൽക്കാലിക ട്രെയിനുകൾക്ക് താൽക്കാലിക സ്റ്റോപ്പുകൾ അനുവദിച്ചിരുന്നു. മാത്രമല്ല കർണാടകയിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് മറ്റുമൊക്കെ താൽക്കാലിക പാസിന് ഇളവ് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വ്യത്യസ്ത സർക്കാരുകളുടെ കൂടി പിന്നെ സമ്മേളനത്തിൽ എത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും 5 ലക്ഷം പേരെങ്കിലും ഈ സമ്മേളന വേദിയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസും അല്പസമയം മുമ്പ് തന്നെ നേരത്തെ തന്നെ എത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ പോലീസും അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകിട്ട് 4 മണിക്കാണ് സമസ്തയുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനം അതിന്റെ സമാപന സമ്മേളനം നടക്കുക.